നമസ്കാരം. ഇന്ന് നമുക്ക് എങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം, പഠിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ഭാഷ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇത് ഇംഗ്ലീഷ് ഭാഷ നമ്മളുടെ ഭാഷയല്ല. ഇത് വേറെ ഒരു രാജ്യത്തിൻ്റെ ഭാഷയാണ്. പക്ഷേ അത് നമ്മൾ പഠിക്കേണ്ടതായ ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്കത് പഠിച്ചേ തീരൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ ഒരു തമിഴ്നാട്ടിൽ പോയിട്ട് ഒരു തമിഴ് സംസാരിക്കുന്ന ഒരാളോട് ഞാൻ കൊഴിഞ്ഞാമ്പാറ വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ എന്ന് പറയാൻ പഠിപ്പിച്ചാൽ അവർ പറയുന്നത്, എത്ര പഠിപ്പിച്ചാലും കൂടുതലും അവർ പറയുന്നത് ഞാൻ കൊളിഞ്ചാമ്പാറ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുക. അതായത് അവരുടെ കുറ്റമല്ല, അവരുടെ ഒരു ഭാഷ പഠിക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു നാട്ടിൽ പോയിട്ട് നിങ്ങളുടെ പേര് എന്താണെന്ന് അവരോട്, ഒരു സായിപ്പിനോട് പറഞ്ഞ് എഴുതി പഠിപ്പിച്ചാൽ അവരാദ്യമൊക്കെ പറയുന്നത് നിങ്ങളുടെ പേരു എന്താണു, ഇങ്ങനെയൊക്കെ ചോദിക്കുക. പക്ഷെ നമ്മളതുപോലെയല്ല. നമ്മൾക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാമർ പഠിച്ചിട്ടുണ്ട്, സ്കൂൾ മുതൽ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും വാക്കുകളും എല്ലാം പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പം നമുക്ക് സംസാരിക്കാനൊരു പേടിയുണ്ട്. ആ പേടിയെ മറികടക്കാൻ ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഒന്നാമത് ഇത് നമ്മളുടെ ഭാഷയല്ല. മലയാളം മറ്റുള്ള ഭാഷക്കാർ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് ഉള്ളതുപോലെ ഇംഗ്ലീഷ് പഠിക്കാനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. തെറ്റ് വരും. തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കണം. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ആദ്യം തെറ്റ് വരുത്തുക. ആ തെറ്റിലൂടെയാണ് പഠിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമുക്ക് കഴിയില്ല. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അതായത് ഒരു 10 സെൻറ്റൻസ് ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് കുറിച്ച് പഠിക്കാം. ദിവസം അതുപോലെ കുറേശ്ശെയായിട്ട് പഠിക്കാം. ഇപ്പം നമ്മളിപ്പോൾ ഒരാളോട് ആരാണ്, എവിടെ നിന്നാണ്, എന്താണ്, നിങ്ങളുടെ ജോലി എന്താണ്, വീട്ടിലാരൊക്കെയുണ്ട്, എത്ര കുട്ടികളുണ്ട്, നിങ്ങൾ വിവാഹിതനാണോ, എത്ര ജോലിയുണ്ടോ, കുട്ടികൾ എന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ, അവർക്ക് ജോലിയുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ ഒരു 10 കാര്യം ദിവസം പഠിക്കാം. ആദ്യമായിട്ട് ഹു ആർ യു എന്ന് ചോദിക്കാം. നിങ്ങൾ ആരാണ്? വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കാം. നിങ്ങളുടെ പേരെന്താണ്? ക്യാൻ യു ടെൽ മീ യുവർ നെയിം? നിങ്ങളുടെ പേരെന്ന് പറയാൻ പറ്റുമോ? വെർ ആർ യു കോളിംഗ് ഫ്രം എന്ന് ചോദിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? വെർ ആർ യു ലൊക്കേറ്റഡ് എന്ന് ചോദിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾ എവിടെയാണ് വീട് എന്നാണ്. വെർ ആർ യു കോളിംഗ് ഫ്രം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത്. വൈ ഡിഡ് യു കോൾ മീ? എന്താണ് നിങ്ങൾ വിളിച്ചതിൻ്റെ ഉദ്ദേശം? കുഡ് യു ടെൽ മീ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യു കോൾഡ് മീ എന്ന് ചോദിക്കാം. അപ്പോൾ എന്താണ് നിങ്ങൾ വിളിച്ചതിൻ്റെ ഉദ്ദേശം? വാട്ട് ഈസ് ദ റീസൺ യു കോൾഡ് മീ എന്നൊക്കെ ചോദിക്കാം. നമുക്കതുപോലെ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. വാട്ട് ഈസ് യുവർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ? നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്? എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലത്തെ നിലവാരം എന്നതിനെക്കുറിച്ചാണ്. വാട്ട് ഡു യു ഡു ഫോർ ലിവിങ്? എന്താണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണ്? വാട്ട് ഈസ് യുവർ ഒക്യുപ്പേഷൻ? വാട്ട് ഈസ് യുവർ ജോബ്? വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ? ഡു യു ഹാവ് എ ജോബ്? ആർ യു വർക്കിംഗ്? അങ്ങനെ വിവിധ രീതിയിൽ നമുക്ക് ചോദിക്കാം. ഹു ഈസ് കറൻ്റ്ലി അറ്റ് യുവർ ഹൗസ്? ആരൊക്കെയാണ്? ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ യുവർ ഹോം? ഹൗ മെനി പീപ്പിൾ ആർ ദെയർ ഇൻ യുവർ ഫാമിലി? അങ്ങനെ വിവിധ രീതിയിൽ നമ്മൾക്ക് ആളുകളോട് സംസാരിക്കാം. അതുപോലെ ആർ യു മാരീഡ്? ഡിഡ് യു ഗെറ്റ് മാരീഡ്? ഡു യു ഹാവ് ചിൽഡ്രൻ? എന്നെല്ലാം, നിങ്ങൾക്ക് മക്കളുണ്ടോ, നിങ്ങൾ വിവാഹിതനാണോ എന്നെല്ലാം ചോദിക്കാം. അതുപോലെ ഡു യു ഹാവ് എനി കിഡ്സ് എന്നെല്ലാം ചോദിക്കാം. വാട്ട് ഡു യുവർ ചിൽഡ്രൻ ഡു എന്ന് ചോദിക്കാം. നിങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? വാട്ട് ആർ യുവർ ചിൽഡ്രൻ ഡൂയിങ്? നിങ്ങളുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അങ്ങനെ ദിവസം ചോദിക്കേണ്ടതായ കുറച്ച് വാക്കുകൾ, സെൻറ്റൻസുകളും കുറേശ്ശെയായിട്ട് നമുക്ക് പഠിച്ച് ഇംഗ്ലീഷ് ഈ ഭാഷയിൽ നമുക്ക് മുന്നേറാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും വിജയിക്കട്ടെ.